വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. 2 ഗ്ലാസ് ബസുമതി അരി 1 മണിക്കൂർ കുതിരാൻ വെക്കുകയാണ്. പാനിൽ 5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് സെല്ലറിയുടെ ഇലകൾ ചേർക്കാം. അരി അളന്ന സെയിം ഗ്ലാസ്സിന് തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. നമുക്കതിലേക്ക് കുതിർത്തി ഊറ്റി വെച്ച അരി ചേർക്കാം. 2 വലിയ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. സെല്ലറിയുടെ ഇല ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 90% ഇത് വേവിച്ചെടുക്കണം. ഫ്രൈഡ് റൈസ് ആവുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. വെള്ളം ഇപ്പം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. നമ്മളിങ്ങനെ ഓയിൽ ഒഴിക്കുമ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കില്ല, നല്ല ഒന്നിനൊന്നും ഒട്ടാതെ ഇരിക്കും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 90% ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ റൈസ് ഊറ്റി വെക്കാം. ഇപ്പം നല്ല റൈസ് ഊറ്റി വെച്ച് ഇത് തണുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. 5 മുട്ട കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പം എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് ഞാൻ 5 മുട്ട എടുക്കുന്നത്. മുട്ടയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പം വെജിറ്റേറിയൻസിനൊക്കെ വേണമെങ്കിൽ എഗ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നല്ല വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ട് കിട്ടും. മുട്ട ഇപ്പം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വയ്ക്കാം. ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ഇത് നമ്മൾ ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ മാറ്റി വയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിൽ നല്ല ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സെയിം ഓയിലിലേക്ക് തന്നെ 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. 1 capsicum ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് സെല്ലറിയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും, പച്ചക്കറിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ. നമ്മൾ റൈസ് ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സോസ് ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തണുപ്പിച്ച് ഊറ്റി വെച്ച ആ ചോറ് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മൾ റൈസ് കാണുമ്പോൾ അറിയാം ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടൊന്നുമില്ല, നല്ല ഒന്നിനൊന്നും ഒട്ടാതെയാണ് ഇരിക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തണുത്ത റൈസ് ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ. ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പോവും, അങ്ങോട്ട് കട്ട പോലെ ആയിപ്പോവും. ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവ് അധികം ആവശ്യമില്ലാത്തവർ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. കുറച്ചും കൂടി സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും ചേർക്കാം. ഫ്രൈഡ് റൈസിന് കുറച്ചധികം സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും ഒക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ ഒക്കെ കൊടുക്കുന്നത്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ഇത് ഞാൻ റെഡ് ചില്ലി സോസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം. ഈ നമ്മുടെ എരിവ്, ഉപ്പ്, പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അവർ അജിനോമോട്ടോ ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ അത് ആഡ് ചെയ്യാത്തത് കൊണ്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നു. ഇപ്പോൾ നമ്മളുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.